ഭൂതേ മഹദ്ഭിര്യ ഇമാ പുരോ വിഭു നിർമായശേതേ യദമൂഷു പൂരുഷ ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മക സോലം കൃഷിഷ്ട ഭഗവാൻ വചാംസി മേ. ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ. ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം, ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനു തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനു തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകു. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പാൽ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാം. ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം, ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാം. ഭാഗവതത്തിൽ അലിയാം. ക്ലേശങ്ങൾ തീർക്കുന്നതു മോക്ഷമെങ്കിൽ, മോക്ഷം മുകുന്ദന്റെ പദത്തിലെങ്കിൽ, പദത്തിലെത്തിപ്പതു ഭക്തിയെങ്കിൽ എനിക്കു നൽകിയിടുക ഭക്തി മാത്രം. തീയായിടുന്നു ഹൃദയാന്തരാളമാറായിടുന്നു നയനേന്ദ്രിയങ്ങൾ. അപ്പീലി കോലും മുടി പിന്നെയും കാൺമീല മായത്തിര തന്റെ മോളിൽ. മൊഴിക്കുമുൾക്കാമ്പിനുമെത്തിടാത്ത കൊഴുത്ത കണ്ണന്റെ പദാരവിന്ദം മിഴിക്കൊരിക്കൽ തെളിയാൻ ശിരസിലെഴുത്തെനിക്കുള്ളതു സത്യമാണു. മിണ്ടാതിരുന്നീടുക കൃഷ്ണനെന്ന രണ്ടക്ഷരം മാത്രമുരച്ചുകൊള്ളുക. മറ്റുള്ള കാര്യങ്ങൾ പറഞ്ഞിടുന്നതാളല്ല ഞാൻ കേട്ടു സഹിച്ചിരിക്കാൻ. സ്തംഭിച്ചു കണ്ഠം മമ ഗദ്ഗദത്താലുൽക്കണ്ഠമൂലം നയനം നനഞ്ഞു. അംഗങ്ങളും കണ്ടകിതങ്ങളായി നിൻ സംഘസങ്കൽപ്പവശാൽ മുകുന്ദ. കരിഞ്ഞ വൃക്ഷങ്ങൾ തളിർക്കുമാറു തനിക്കരിങ്കല്ലലിയും വിധത്തിൽ മുരാരിതൻ വേണുരവം ശ്രവിച്ചൻ സമാധി എന്നാണുണരുന്നതാവോ. നിന്മേനി കാണാഞ്ഞു കരഞ്ഞു കണ്ണ നനഞ്ഞൊരൻ കണ്ണുകളന്നൊരിക്കൽ. പട്ടൊത്ത തൃക്കാലടി രണ്ടു കൊണ്ടും അമർത്തി ഞാനൊപ്പിടുമാർത്തിയോടെ. സ്വസേവക സ്നേഹമിടക്കൊലിച്ചു മുകുന്ദ നിൻ കണ്ണു കലിച്ചിടുമ്പോൾ മിനുത്തൊരൻ നെഞ്ചുടുപട്ടെടുത്തു പതുക്കെയൊപ്പാമതിൽ മുദ്ര വയ്ക്കാം. കണ്ണന്റെ മേൽനോട്ടമെഴുന്നിടത്തു ഞാൻ പെട്ടുവെന്നുള്ളതു തീർച്ചയായാൽ ഏതഗ്നികുണ്ഡത്തിലെനിക്കു പിന്നെ വീണാലുമില്ലത്തരൊരിത്തിരിക്കും. അധർമ്മിയാമെന്നുടെ ദണ്ഡകാര്യമേൽപ്പിച്ചിടാഞ്ഞാൽ മതി മറ്റൊരാളെ. മുരാരിതൻ മോതിരമിട്ട കൈയാൽ നേരിട്ടടിച്ചിടുകിലല്ലലില്ല.
സർവജ്ഞനാം നിന്നുടെ മെയ്ക്കൊഴുപ്പും കിഞ്ചിജ്ഞനാമെന്നുടെ മൈക്കുഴമ്പും ഒന്നാകുവാനുള്ളൊരു പായമോതൂ ഗീതാമൃതം പെയ്ത പയോദമേ നീ. കുളിർത്ത തെന്മെയ്യഭിഷേചനത്താൽ നിറഞ്ഞതൻ കുക്ഷിയുഷയ്ക്കുശേഷം വിയർത്തതൻ നെറ്റി ശിവേലി കൊണ്ടുമരുൾപുരീ നാഥൈതെന്തുമായം. എല്ലാം കഴിഞ്ഞിട്ടൊടുവായെനിക്കു ചൊല്ലിയിടുവാനുള്ളതിതൊന്നു മാത്രം. സർവസ്വവും ചുട്ടുകരിച്ചുകൊള്ളൂ കാർവർണ്ണ നിൻകൂറു കുറഞ്ഞിടൊല്ലേ. എനിക്കു പൊന്നിൻ തളയിട്ടു മണ്ടും മുകുന്ദനല്ലാതൊരു ദേവനെയും പിടിച്ചിടുന്നില്ലതുകൊണ്ടു മേലിൽ പിടിച്ചിടുന്നില്ല പരന്റെ പാദം. അപ്പീലിയോടെ കുഴലെന്ന പേരിലെന്തെങ്കിലും വല്ലതുമൊന്നു മാത്രം കണ്ടാലുടൻ കാരണമേതുമില്ലാതുൽക്കണ്ഠയാൽ കണ്ഠമടഞ്ഞിടുന്നു. ഉരുണ്ടുപോയി ഞാനിടയോളമെത്തി അധപ്പതിക്കില്ലിനി എന്ന മട്ടായി. ഇതെത്രയാശ്വാസമെളുപ്പമാണോ ഞാനെത്തിയോരീ നിലയിങ്കലെത്താൻ. ഭാമാപ്രിയൻ ഗോകുലലോകനാഥൻ ശ്രീകാന്തനീജാതി വിശേഷണങ്ങൾ സാപത്ന്യ ദുഃഖസ്മൃതി ബോധകങ്ങൾ മേലാൽ ധരിച്ചിടരുതന്റെ കൃഷ്ണൻ. നന്ദാത്മജൻ തന്നുടെ പാദമാകും ചെന്താമരക്കൂടിനകത്തുടൻ താൻ പൂകേണമെൻ മാനസഹംസമേ നീ. ചാകും വരെ കാത്തുമെനക്കൊടല്ലേ. എല്ലാതരം പാപവുമുള്ളൊരെന്നെ തല്ലിടുവാൻ കാലനൊരിക്കലെത്തും. മെല്ലെന്നു കോലക്കുഴലും വിളിച്ചു മല്ലാക്ഷനപ്പോൾ എഴുന്നള്ളിടേണം. കാലന്റെ ഓരോ പരുഷാക്ഷരങ്ങളെൻ കാതു പൊട്ടിച്ചു തുടങ്ങിടുമ്പോൾ ദൂരത്തിലായി നിന്റെ തളക്കിലുക്കം കേൾക്കായി വരേണം. മരുതാലേശ വാദങ്ങളെല്ലാം അനുഭൂതിലേശം കിട്ടാത്തവൻ ചെയ്വൊരു വേലയത്രേ. പാദാരവിന്ദാസവമുണ്ടവന്നു മിണ്ടാൻ രസം തോന്നുകയില്ല. പിന്നെ വിഭീഷണനന്നു കൊടുത്തതായ വരും സരോജാക്ഷനെനിക്കുമേകൂ. പാദാരവിന്ദങ്ങൾ മറന്നിടുമ്പോൾ വയറ്റിലെന്തോ കടി തോന്നിടട്ടെ. ഭഗവാന്റെ കാരുണ്യം കൊണ്ട് ഇന്ന് ഓട്ടൂർ ഉണ്ണി നമ്പൂതിരിപ്പാടിന്റെ പരിണാമഗുപ്തി എന്ന കവിതയുടെ ഭക്തിമാല്യം ഇന്ന് 5-ാം ദിവസവും നമുക്ക് പാടാനായിട്ട് സാധിച്ചു. 110 ശ്ലോകങ്ങൾ വരെയാണ് ഈ 5 ദിവസങ്ങളിലായി നമ്മൾ പാടി ഭഗവത് പാദങ്ങളിൽ സമർപ്പിച്ചത്. 111-ാമത്തെ ശ്ലോകം മുതൽ നാളെ അനുസ്മരിക്കാൻ സാധിക്കട്ടെ. ഹരേ കൃഷ്ണ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം
നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവൽ ഭാതി സാക്ഷാൽ ഗുരുഭവനപുരേ ഹന്ത ഭാഗ്യം ജനാനാം. പൊന്നുഗുരുവായൂരപ്പന്റെ കൃപാകടാക്ഷങ്ങളെ കൊണ്ട് ശ്രീമദ് ഭാഗവതം അറിയാൻ എന്ന അക്ഷരപൂജ ഇന്ന് 934 ദിവസത്തിലേക്ക് എത്തുമ്പോൾ കാവ്യകൗസ്തുഭം ഓട്ടൂർ ഉണ്ണി നമ്പൂതിരിപ്പാടിന്റെ പരിണാമഗുപ്തി എന്ന ശ്ലോകമാല്യത്തിലെ 5ാമത്തെ ഭാഗത്തോടു കൂടിയാണ് നമ്മൾ ഇന്ന് ആരംഭിച്ചത്. ഇവിടെ ആശ്രയം എന്ന ഭാഗവത ലക്ഷണത്തെ കാണിക്കുന്ന 12 സ്കന്ധം, അതിൽ 6ാമത്തെ അധ്യായം. അവിടെ ബ്രഹ്മസൃഷ്ടിയെക്കുറിച്ച് പറഞ്ഞാണ് നമ്മൾ ഇന്നലെ നിർത്തിയത്. ഭഗവാനായ ബ്രഹ്മാവ് അന്തസ്ഥങ്ങൾ, ഊഷ്മാക്കൾ, സ്വരങ്ങൾ, സ്പർശങ്ങൾ, ഹ്രസ്വങ്ങൾ, ദീർഘങ്ങൾ തുടങ്ങിയ ലക്ഷണങ്ങളോടുകൂടിയ അക്ഷരസമുദായത്തെ അക്ഷരസമാംനായാം അസൃജൽ സൃഷ്ടിച്ചു എന്നാണ്. അപ്പൊ ഇവിടെ അന്തസ്ഥങ്ങൾ എന്നറിയപ്പെടുന്നത് യാ, രാ, ലാ, വ എന്നുള്ളതാണ്. ഊഷ്മാക്കൾ ഷാ, ഷാ, സാ, ഹ, അകാരം മുതലുള്ള സ്വരാക്ഷരങ്ങൾ. സ്പർശങ്ങൾ എന്നറിയപ്പെടുന്ന ക മുതൽ മാ വരെയുള്ള 25 അക്ഷരങ്ങൾ. അതേപോലെ ഹ്രസ്വം, ദീർഘം, പ്ലുതം എന്നറിയപ്പെടുന്ന അതിൻ്റെ മാത്രാഭേദങ്ങൾ. അങ്ങനെ സർവശബ്ദവികാരങ്ങളും അതിനെ സൂചിപ്പിക്കുന്ന അക്ഷരങ്ങളും ആ ഓങ്കാരം തന്നെയാണ്, നിർവികാര പരബ്രഹ്മസ്വരൂപമായിരിക്കുന്ന ഓങ്കാരം തന്നെയാണ് എന്ന് കാണിക്കുന്നു. അതിനുശേഷം തേനാസൗ ചതുരോ വേദാംശ്ചതുർഭിർവദനേർവിഭൂ സവ്യാഹൃതികാൻ സോങ്കാരാംശ്ചാതുർഹോത്ര വിവക്ഷയാം. തേന ആ അക്ഷര സമൂഹത്തിൽ നിന്ന് അസൗ വിഭു ഈ ദേവൻ ബ്രഹ്മാവ് ചാതുർഹോത്ര വിവക്ഷയാ ചാതുർഹോത്രത്തെ പറയാനുള്ള ആഗ്രഹത്തോടുകൂടി സവ്യാഹൃതികാൻ സോങ്കാരാൻ വ്യാഹൃതികളോട് കൂടിയതും ഓങ്കാരത്തോടു കൂടിയതുമായ ചതുരഹ വേദാൻ അസൃജൽ 4 വേദങ്ങളെ സൃഷ്ടിച്ചു എന്നാണ്. ആ അക്ഷര സമൂഹം കൊണ്ട് ഹോതാവ്, അധുര്യു, ഉദ്ഗാതാവ്, ബ്രഹ്മൻ, ഇങ്ങനെ 4 ഋതുക്കളാൽ അനുഷ്ഠിക്കപ്പെടേണ്ടുന്ന കർമ്മങ്ങൾ അല്ലെങ്കിൽ ചാതുർഹോത്രം, അതിനെ ഉപദേശിക്കാൻ വേണ്ടി ബ്രഹ്മദേവൻ വ്യാഹൃതികളോടും പ്രണവങ്ങളോടും കൂടി 4 വേദങ്ങളെ സൃഷ്ടിച്ചു എന്നാണ്. ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം എന്നിങ്ങനെയുള്ള 4 വേദങ്ങൾ. എന്നിട്ട് പറഞ്ഞു, പുത്രാനധ്യാപയത്താംസ്തു ബ്രഹ്മർഷീൻ ബ്രഹ്മകോവിദാൻ തേതു ധർമ്മോപദേഷ്ടാര സ്വപുത്രേഭ്യ സമാദിശൻ. താൻ തു അതിനെ ബ്രഹ്മർഷീൻ ബ്രഹ്മകോവിദാൻ പുത്രാൻ, ബ്രഹ്മർഷികളും ബ്രഹ്മത്തെ അറിയുന്ന വേദോച്ചാരണ സമർത്ഥന്മാരുമായിരിക്കുന്ന പുത്രന്മാരെ അധ്യാപയത് അധ്യയനം ചെയ്യിച്ചു. ധർമ്മോപദേഷ്ടാരഹ ധർമ്മം ഉപദേശിക്കുന്ന തേതു അവരോ സ്വപുത്രേഭ്യ അവരുടെ പുത്രന്മാർക്കായിട്ട് സമാദിശൻ ഉപദേശിച്ചു. ബ്രഹ്മദേവൻ ആ വേദങ്ങളെ ബ്രഹ്മർഷികളായിരിക്കുന്ന മരീചി തുടങ്ങിയ പുത്രന്മാരെ പഠിപ്പിച്ചു. ഇത് ലോകത്തിൽ നിലനിൽക്കണം, അതിന്റെ പ്രചാരം ലോകത്തിൽ ഉണ്ടാവണം എന്ന് കരുതി മരീചി തുടങ്ങിയവരെ ആ വേദങ്ങളെ തങ്ങളുടെ പുത്രന്മാർക്കായിട്ട് ഉപദേശിച്ചു എന്ന് പറയുന്നു. തേ പരമ്പരയാ പ്രാപ്ത തത്തശിഷ്യേർധൃതവ്രതൈ ചതുർയുഗേഷ്വധവ്യസ്ത ദ്വാപരാദൗ മഹർഷിഭി. ധൃതവ്രതൈഹി തത്തശിഷ്യൈ വ്രതനിഷ്ഠന്മാരായിരിക്കുന്ന തത് ശിഷ്യന്മാരാൽ പരമ്പരയാ പാരമ്പര്യമനുസരിച്ച്
ചതുർയുഗേഷു പ്രാപ്ത 4 യുഗങ്ങളിൽ പ്രാപിക്കപ്പെട്ട് തേ അവ മഹർഷിഭി ദ്വാപരാദവും വ്യസ്ത മഹർഷിമാരാൽ ദ്വാപരമാകുന്ന ആദിയോടുകൂടിയ യുഗത്തിൽ വ്യസ്ത വിഭജിക്കപ്പെട്ടു എന്നാണ്. അപ്പോ പാരമ്പര്യക്രമം അനുസരിച്ച് വ്രതനിഷ്ഠന്മാരായ ശിഷ്യന്മാര് കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം ഈ 4 യുഗങ്ങളിലും വേദത്തെ നിലനിർത്തി ദ്വാപരയുഗത്തിന്റെ അവസാനത്തിൽ അല്ലെങ്കിൽ കലിയുടെ ആരംഭത്തിൽ മഹർഷിമാരാൽ ആ വേദങ്ങൾ വിഭജിക്കപ്പെട്ടു എന്നാണ്. ദ്വാപരയുഗത്തിന്റെ അവസാനത്തിലാണ് വേദം വിഭജിക്കപ്പെട്ടത് എന്ന് നമ്മൾ നേരത്തെ കേട്ടു. പൊതുവിൽ സ്വീകാര്യമായിട്ടുള്ള ഒരു അഭിപ്രായവും അത് തന്നെയാണ് അല്ലെ. ശന്തനു മഹാരാജാവിന്റെ സമകാലീനനാണ് കൃഷ്ണദ്വൈപായനൻ എന്ന വേദവ്യാസൻ എന്ന് പറയുന്നു. അപ്പൊ ദ്വാപരാദവും ദ്വാപരയുഗാന്തം, യുഗത്തിന്റെ പ്രാരംഭകാലമോ ആ യുഗം എന്ന് കൽപ്പിച്ച് കലിയുടെ പ്രാരംഭത്തിൽ വേദങ്ങൾ വിഭജിക്കപ്പെട്ടു. അപ്പോ ഓരോ യുഗത്തിന്റെയും അവസാനത്തിലൊരു ഭാഗവും ആദ്യത്തിലൊരു ഭാഗവും അതിനെ യുഗസന്ധ്യ എന്ന് പറയാറുണ്ട്. അപ്പൊ 3-ാമത്തെ സ്കന്ധത്തിൽ യുഗങ്ങളുടെ കാലനിർണയം ചെയ്യുമ്പോ ആദ്യത്തെ കൃതയുഗം 4000, അത് കഴിഞ്ഞാൽ ത്രേതായുഗം 3000 ദിവ്യസംവത്സരം, ദ്വാപരയുഗം 2000 ദിവ്യസംവത്സരം, കലിയുഗം 1000 ദിവ്യസംവത്സരമാണ്. അപ്പൊ ഇതിന് മുന്നോടിയായും അവസാനത്തിലും അതിന്റെ 10%. അപ്പൊ കലിയുഗമാകുമ്പോ ആദ്യം ഒരു 100 വർഷം, അവസാനത്തിലും 100 വർഷം. ഇതാണ് യുഗസന്ധ്യ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ദ്വാപരയുഗാവസാനം എന്ന് പറയുന്നത് കലിയുഗത്തിന്റെ ആരംഭം എന്നും നമുക്ക് വേണമെങ്കിൽ കണക്കാക്കാം. ക്ഷീണായുഷ ക്ഷീണസത്വാൻ ദുർമേധാൻ വീക്ഷ്യ കാലത വേദാൻ ബ്രഹ്മർഷയോ വ്യസ്യൻ ഹൃദിസ്ഥാച്യുതചോദിതാം. കാലതഃ കാലം കൊണ്ട്, ക്ഷീണായുഷ ക്ഷീണിച്ച ആയുസ്സോടുകൂടിയ, ക്ഷീണസത്വാൻ ക്ഷീണിച്ച ധൈര്യത്തോടുകൂടിയ, ദുർമേധാൻ മന്ദാസു മന്ദമതയോ മന്ദഭാഗ്യാഹുഭദ്രുത എന്ന് പറഞ്ഞതുപോലെ ആ മേധാശക്തി കുറഞ്ഞിരിക്കുന്നവരോ ആയിട്ടുള്ള ജനങ്ങളെ വീക്ഷ്യ കണ്ടിട്ട്, ഹൃദിസ്ഥാച്യുത ചോദിതാഹ ഹൃദയത്തിലിരിക്കുന്ന ഭഗവാനാൽ പ്രേരിതരായ ബ്രഹ്മർഷികൾ വേദാൻ വ്യസ്യൻ വേദത്തെ വിഭജിച്ചു എന്നാണ്. കാലധർമ്മ വ്യത്യാസം കൊണ്ട് ജനങ്ങളുടെ ബുദ്ധി കുറയും, ആയുസ് കുറയും, ധൈര്യം തുടങ്ങിയ ബലങ്ങൾ കുറയും. അങ്ങനെ വരുന്നു എന്ന് കണ്ടപ്പോ മഹർഷിമാര് അവരുടെ ഹൃദയസ്ഥിതനായിരിക്കുന്ന ഹൃദയശ്രീകോവിലിൽ മിന്നിത്തിളങ്ങുന്ന ഭഗവാന്റെ പ്രേരണയനുസരിച്ച് പട്ടേരിപ്പാട് ഭാഗവതത്തെ വേണ്ട പോലെ മനസ്സിലാക്കി നാരായണീയം രചിച്ചപ്പോ അവിടെ പറയുന്നുണ്ട്, സർവം ഭവത് പ്രേരണയൈവ ഭൂമൻ എന്ന് പറയുന്നത് പോലെ ഭഗവാന്റെ പ്രേരണ കൊണ്ട് 4 വേദങ്ങളിൽ നിന്നും സംഹിതകളെ എടുത്ത് വെവ്വേറെ വിഭജിച്ചു എന്ന് പറയുന്നു. എന്നിട്ട് പറയുകയാണ്, അസ്മിന്നപ്യന്തരേ ബ്രഹ്മൻ ഭഗവാൻ ലോകഭാവന ബ്രഹ്മേശാദ്യൈർലോകപാലൈർ യാചിതോ ധർമ്മഗുപ്തയേ പരാശരാൾ സത്യവത്യാം അംശാംശകലയാ വിഭൂ അവതീർണോ മഹാഭാഗ വേദം ചക്രേ ചതുർവിധം. ബ്രഹ്മൻ, ഹേ ശൗനക ബ്രാഹ്മണ, അസ്മിൻ അന്തരേ അപി ഈ മന്വന്തരത്തിലും, ബ്രഹ്മേശാദ്യൈ ബ്രഹ്മാവ് മഹാദേവൻ തുടങ്ങിയ ലോകപാലൈഹി ലോകപാലന്മാരാൽ ധർമ്മഗുപ്തയെ ധർമ്മത്തിന്റെ രക്ഷയ്ക്കായിക്കൊണ്ട് യാചിതഃ യാചിക്കപ്പെട്ട ലോകഭാവനഃ ഭഗവാൻ ലോകത്തെ അഭിവൃദ്ധിപ്പെടുത്തുന്ന ആ ഭഗവാൻ ഈശ്വരൻ അംശാംശകലയാ അംശത്തിന്റെ അംശകലയോടുകൂടി പ്രകൃതിയുടെ സത്വഗുണത്തിൽ അധിഷ്ഠിതമായി പരാശരാൾ സത്യവത്യാം പരാശരനിൽ നിന്ന് സത്യവതിയിൽ അവതരിച്ചവനായിട്ട് മഹാഭാഗ അല്ലയോ മഹാഭാഗ്യവാനായ ശൗനക വേദം
ചതുർവിധം ചക്രേ, വേദത്തെ 4 വിധത്തിലാക്കി എന്ന് പറയുന്നു. ഇപ്പൊ സാമാന്യേന വേദവിഭാഗത്തെ കുറിച്ച് പറഞ്ഞു. അതിനുശേഷം ഈ മന്വന്തരത്തിൽ വൈവസ്വത മന്വന്തരം, വിവസ്വാന്റെ പുത്രനായ വൈവസ്വതൻ മനുവായിരിക്കുന്ന ഈ മനുവിന്റെ കാലം മന്വന്തരം, അവിടെ എന്തുണ്ടായി? ഇവിടെ മഹാഭാഗ്യവാനായിരിക്കുന്ന ഹേ ബ്രഹ്മൻ, 2 നിലയ്ക്കും പറഞ്ഞു, മഹാഭാഗ ബ്രഹ്മൻ. അതുകൊണ്ട് ഭഗവത് കഥാശ്രവണത്തിലുള്ള ശ്രദ്ധയാണ് ഒരാളെ ഭാഗ്യവാനാക്കി മാറ്റുന്നത്. അത് മഹാഭാഗ്യമാണ്. അതുകൊണ്ട് ഹേ ബ്രാഹ്മണോത്തമ, ബ്രഹ്മരുദ്രാദി ലോകപാലന്മാർ ധർമ്മ സംരക്ഷണത്തിനായി ഭഗവാനോട് പ്രാർത്ഥിച്ചു. അപ്പോ ലോകാനുഗ്രഹത്തിൽ താല്പര്യമുള്ള ഭഗവാൻ ധർമ്മ സംരക്ഷണത്തിനായി എല്ലാത്തിനും കഴിവുള്ള സർവസമർത്ഥനായിരിക്കുന്ന ഭഗവാൻ ഈ വൈവസ്വത മന്വന്തരത്തിലും വൈവസ്വതമനുവിന്റെ ഈ കാലഘട്ടത്തിലും പ്രകൃതിയുടെ അംശമായിരിക്കുന്ന സത്വഗുണത്തെ ഉപാധി വഴി പരിഹരിച്ചിട്ട് പരാശരമുനിയിൽ നിന്നും സത്യവതിയുടെ പുത്രഭാവത്തിൽ അവതരിച്ചു. കൃഷ്ണദ്വൈപായനൻ അല്ലെ, ദ്വീപിൽ ജനിച്ചതുകൊണ്ട് ദ്വൈപായനൻ. കൃഷ്ണദ്വൈപായനനാണ് പിന്നെ വേദത്തെ 4 പകുത്തത്. ഇപ്പൊ വേദവ്യാസനായി അവതരിച്ചിട്ട്, അല്ലെങ്കിൽ കൃഷ്ണദ്വൈപായനായി അവതരിച്ച വേദത്തെ 4 പകുത്തു. അങ്ങനെ വേദവ്യാസനായി എന്ന് പറയുന്നു. എങ്ങനെയാണ് വേദത്തെ 4 പകുത്തത്? നമുക്ക് അറിവുള്ളതുപോലെ ഋഗ് അഥർവ യജുസ്സാംനാം രാശീനുദ്ധൃത്യ വർഗശ ചതസ്ര സംഹിതാശ്ചക്രേ മന്ത്രൈർ മണിഗണ ഇവ. ഋഗ്വേദം, അഥർവവേദം, യജുർവേദം, സാമവേദം, ഇതിന്റെ രാശീൻ സമൂഹങ്ങളെ വർഗശഃ ഉദ്ധൃത്യ, വർഗം വർഗമായി ഉദ്ധരിച്ചിട്ട് മന്ത്രൈഹി മണിഗണ ഇവ, മന്ത്രങ്ങൾ കൊണ്ട് രത്നഗണങ്ങൾ എന്നതുപോലെ ചതസ്ര സംഹിത ചക്രേ, 4 സംഹിതകളെ ഉണ്ടാക്കിയെന്നാണ്. ഋഗ്വേദം, അഥർവവേദം, യജുർവേദം, സാമവേദം, ഈ 4 വേദങ്ങളിൽ നിന്ന് പ്രകരണക്രമത്തെ അനുസരിച്ച് മന്ത്രങ്ങൾ വേർതിരിച്ച് 4 വിഭാഗങ്ങളാക്കി നാനാവർണ്ണത്തിലും ഗുണത്തിലുമുള്ള രത്നരാശികളിൽ നിന്ന് ഓരോ നിറമുള്ളത് മാറ്റിയെടുത്ത്, ഇപ്പൊ പത്മരാഗം, നീലം, മാണിക്യം തുടങ്ങിയ രത്നങ്ങളെ ഓരോ വർഗങ്ങളായി വേർതിരിക്കുന്നത് പോലെ മന്ത്രങ്ങളെ വേണ്ടതുപോലെ തിരിച്ചു. അത് ഋഗ്വേദമായി, യജുർവേദമായി, സാമവേദമായി, അഥർവവേദമായി എന്ന് പറയുന്നു. അങ്ങനെ ആ വേദ വിഭാഗം ഈ 50ാമത്തെ ശ്ലോകത്തോടുകൂടി നമ്മൾ ഇന്ന് ഭഗവത് പാദങ്ങളിൽ സമർപ്പിക്കുകയാണ്. ഏതൊക്കെ ശിഷ്യന്മാർക്കാണ് ഇത് വേദവ്യാസൻ ഉപദേശിച്ചത് എന്നുള്ള 51ാമത്തെ ശ്ലോകം മുതൽ നമുക്ക് നാളെ അനുസ്മരിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ, ഹരിയോം. ആരതിയൊഴിയുന്നു ഞങ്ങൾ, ആരതിയുണ്ടാവാൻ ഹരിപാദേ രതിയുണ്ടാകാൻ. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ ഹരിപാദേ രതിയുണ്ടാകാൻ. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ്ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം, ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി, സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം, പരമാനന്ദ സുധാരസമയമി
ഹരിലീലാസാരം നിത്യം വേദത്തിൻ സാരം വൈരാഗ്യം ജ്ഞാനം ഭക്തി എന്നിവ നൽകിയിടും വൈകല്യങ്ങൾ തീർത്തിടുന്നൊരു സുന്ദരമാം ഗീതം നിത്യം നൽകും കൈവല്യം കലിമലമഥനി പാപവിനാശിനി സതതം സേവയെ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം നിത്യം നൽകും സായുജ്യം ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ ആഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു ഞങ്ങൾ ആരതിയൊഴിയുന്നു കണ്ണ ആരാധിക്കുന്നു രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം യശോദതനയാ സുന്ദര രൂപ ശരണം മേ തവ ചരണയുഗം ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം മൂഷിക വാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ
തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാം. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. 「 ഹരിയോ 「 ഹരി ഓം.